നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ സൈന്യത്തെക്കുറിച്ചുള്ള ചില ആരോപണങ്ങൾ പുറത്തുവരികയാണ്. ഫലസ്തീൻ സ്ത്രീകളുടെ വസ്ത്രം മോഷ്ടിച്ച് ഇസ്രായേൽ സൈന്യം അശ്ലീല വീഡിയോകൾ തയ്യാറാക്കിയെന്നാണ് വിവരം. ഇസ്രായേൽ സൈന്യം ഫലസ്തീൻ സ്ത്രീകൾക്കെതിരെ അധിക്ഷേപ പരാമർശങ്ങളും ലൈംഗിക ചുവയോടുകൂടിയ വീഡിയോകളും വ്യാപകമായി പ്രചരിപ്പിക്കുന്നുവെന്നും പരാതി ശക്തമാകുന്നു. എക്സിൽ വലിയ തോതിൽ ഇത്തരം അശ്ലീലത നിറഞ്ഞ ഉള്ളടക്കത്തോടുകൂടിയ വീഡിയോകളാണ് സൈന്യം പങ്കുവച്ചിട്ടുള്ളത് എന്നാണ് ആരോപണം. ഇസ്രായേൽ ആക്രമണങ്ങളിൽ തകർന്ന വീടുകളിൽ നിന്നും സ്ത്രീകളുടെ വസ്ത്രങ്ങളും മറ്റ് സാധനങ്ങളും കൈക്കലാക്കി അത് ഉപയോഗിച്ച് വീഡിയോ ചെയ്യുന്നുവെന്നാണ് പരാതി. സ്ത്രീകളെ അധിക്ഷേപിക്കും വിധം വസ്ത്രങ്ങൾ പ്രദർശിപ്പിച്ച് സംസാരിക്കുന്നു. അതിനു പുറമെ വിലപിടിപ്പുള്ള ഓർണമെന്റ്സ് അടക്കം മോഷ്ടിച്ച് സൈന്യത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരും കുടിയൊഴിക്കപ്പെട്ട് ക്യാമ്പുകളിൽ ശരണം തേടിയവരുമായ അനേകം സ്ത്രീകളാണ് അവരുടെ അസാന്നിധ്യത്തിലും ഇത്തരം ക്രൂരമായ അധിക്ഷേപങ്ങളും ലൈംഗിക അതിക്രമങ്ങളും നേരിടുന്നത് എന്നാണ് പരാതി. UN വ്യക്തമാക്കിയ മറ്റൊരു കാര്യം, ഫലസ്തീനികൾക്കെതിരെ വംശീയ അധിനിവേശം നടത്തുന്ന ഇസ്രായേൽ സേന സ്ത്രീകൾക്കെതിരെ അതിക്രൂരമായ ലൈംഗിക അതിക്രമങ്ങളും പീഡനങ്ങളും നടത്തുന്നുവെന്നാണ്. യുദ്ധത്തിനിടെ സ്ത്രീകളെയും കുട്ടികളെയും കാണാതാവുന്നതിലെ ആശങ്കകളും UN പങ്കുവച്ചു. ഫലസ്തീൻ സ്ത്രീകൾ കടുത്ത ശാരീരിക മാനസിക പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. അടിസ്ഥാന സൗകര്യങ്ങളോ സാനിറ്ററി സംവിധാനങ്ങളോ ഇല്ലാത്തതിനാൽ അണുബാധയടക്കമുള്ള പ്രശ്നങ്ങൾ സ്ത്രീകളെ ബാധിക്കുന്നതായാണ് പുറത്തുവരുന്ന വിവരം. ഭക്ഷ്യ പ്രതിസന്ധി രൂക്ഷമായ ഗാസയെ പട്ടിണിയിലാണ്. ഗാസയിൽ ഇസ്രായേൽ യുദ്ധം 6ാം മാസത്തിലേക്ക് കടന്നിരിക്കെ ഗാസയിൽ പട്ടിണിയും പകർച്ചവ്യാധികളും പിടിമുറുക്കുന്നു. യുദ്ധത്തിൽ 30,000-ത്തിലധികം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായുള്ള കണക്ക് പുറത്തു വന്നിരിക്കുകയാണ്. സൈന്യത്തിന്റെ ഉപരോധവും പ്രതിരോധ പ്രവർത്തനങ്ങളും ഗാസയെ വലയ്ക്കുന്നു. ഭക്ഷണമടക്കമുള്ള അവശ്യ വസ്തുക്കൾ പോലും കിട്ടാത്ത സാഹചര്യം, പോഷകാഹാരക്കുറവും നിർജ്ജലീകരണവും അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങളും കാരണം നിരവധി കുട്ടികൾ മരിച്ചതായാണ് വിവരം. കൂടുതൽ കുഞ്ഞുങ്ങൾ മരിക്കാൻ സാധ്യതയുള്ളതായി UN ഏജൻസികൾ മുന്നറിയിപ്പ് നൽകി. റാഫ ഉൾപ്പെടെ ഗാസയുടെ പലയിടങ്ങളും ആക്രമണം നടത്തി നിരവധി പേരെയാണ് സൈന്യം കഴിഞ്ഞ ദിവസം കൊലപ്പെടുത്തിയത്. ദൈർ അൽ ബലാഹിൽ കെട്ടിടത്തിന് മേൽ ബോംബ് വീണു, 11 പേർ മരിച്ചു. 24 മണിക്കൂറിനിടെ 78 പേർ കൊല്ലപ്പെട്ടു. ഇതോടെ ആകെ മരണം 30,878 72,402 പേർക്ക് പരിക്കേറ്റു. എന്തായാലും ഇസ്രായേൽ സൈന്യത്തെക്കുറിച്ചുള്ള ഈ ആരോപണങ്ങൾ, കടുത്ത ആരോപണങ്ങൾ, അത് വളരെ ശ്രദ്ധേയമാവുകയാണ്. ഇത്തരത്തിലുള്ള ക്രൂരത ചെയ്യുന്നു എന്നതടക്കമുള്ള ആരോപണമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.